നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും കുടുംബവും അവിടുത്തെ പത്രക്കാരുമായി ചേർന്നിട്ട് ആഘോഷിക്കാൻ പോയ ഹിൽട്ടൺ ഹോട്ടലിൽ അതില് മുകളിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ഒരുത്തൻ വന്ന് 8 റൗണ്ട് വെടിവെട്ടിച്ചു എന്നാണ് ആദ്യം അറിഞ്ഞത്. ഇപ്പോൾ അത് കുറഞ്ഞ് 4 റൗണ്ട് വരെ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് 8 റൗണ്ട് വെടിവെട്ടിച്ചപ്പോൾ ആർക്കും വെടി കൊണ്ടില്ല, ഒരാൾക്ക് പോലും പരിക്കില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ അറിയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കുണ്ട് എന്നാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ട്രംപിന്റെ തൊട്ടടുത്ത് നിന്ന് ആളായിക്കൊള്ളണമെന്നൊന്നുമില്ല. ആ ഹോട്ടൽ മുഴുവൻ പ്രസിഡന്റ് വരുന്നത് കൊണ്ട് ഹോട്ടൽ മുഴുവൻ ഉണ്ടാവുമല്ലോ സുരക്ഷാ ഉദ്യോഗസ്ഥർ. അതിലാരെങ്കിലും ഒരാളെ വെടിവെച്ചതാകാം. അല്ല, ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത് ഇറാന്റെ തലയിൽ വെക്കുന്നുണ്ട്. അത് ഇറാൻ ഒരു ഹീറോ പരിവേഷം കൊടുത്തുകൊണ്ട് ട്രംപ് ഇറാന്റെ തോക്കിൻ മുനയിലാണ്. ഇറാന് അമേരിക്കയിൽ ചെന്നിട്ട് ട്രംപിനെ നേരിട്ട് അടിക്കാനുള്ളതുണ്ട്, ഇറാന്റെ കാരുണ്യം കൊണ്ടാണ് ട്രംപ് ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത് എന്ന രീതിയിലുള്ള വീഡിയോകൾ വരുന്നുണ്ട്. അത് കണ്ടിട്ട് ചിരിക്കാൻ സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഇറാന്റെ സ്വഭാവം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇറാനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇറാൻ ഭീകരവാദ രാജ്യമാണ്, തീവ്രവാദികളാണ്, എന്തൊക്കെയാണെന്ന്. അത് പറയാൻ കാരണം അതൊരു മുസ്ലിം അധിഷ്ഠിത രാജ്യമായതുകൊണ്ട് ബാക്കിയുള്ളവർ പറഞ്ഞുണ്ടാക്കിയതാണ്. അല്ലാതെ ഇറാൻ ഒരു ഭീകര രാജ്യമല്ല, യാതൊരു പ്രശ്നമുള്ള രാജ്യവുമല്ല. ആ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവിടെ താമസിക്കില്ല. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂത ജനത അധിവസിക്കുന്നത് ഇസ്രായേലിലെ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതലുള്ളത് ഇറാനിലെ. എന്തെങ്കിലും മതപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അരക്ഷിതാവസ്ഥയോ തീവ്രവാദമോ, ഈ പറയുന്നത് പോലെ തീവ്രവാദമോ, ഈ ആരോപിക്കുന്നത് പോലെ ആയത്തുള്ള ഖൊമൈനി എന്തോ ഒരു ഭീകരവാദിയൊക്കെ ആയിരുന്നെങ്കിൽ ഇറാനിൽ ഒരൊറ്റ ജൂതന്മാരോ ഒരൊറ്റ ക്രിസ്ത്യാനി ഉണ്ടാവില്ലായിരുന്നു. ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള ഖൊമൈനി ഇറാൻ ഭരണകൂടവും മര്യാദയ്ക്ക് അവരുടെ കാര്യം നോക്കിയാൽ അവരുടെ കാര്യം നോക്കി ജീവിച്ചത് കൊണ്ടാണ് 40-40 വർഷമായി അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും അവർ ഒരു അക്ഷരം മിണ്ടാതെ അത് സഹിച്ചങ്ങോട്ട് പോകുന്നത്. ആരെയും പെരടി ചെന്ന് കയറിയില്ല. അവരെ പെരടി ചെന്ന് കയറാൻ നേരം അവർ വിട്ടിട്ടുമില്ല. അത് ഏത് വാപ്പാടെ മോനായാലും ശരി തന്നെ, അവനവന് വീട്ടിൽ കയറി ചുരണ്ടി കഴിഞ്ഞാൽ അവർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ആണെന്ന് വിളിക്കാനും പറ്റൂല. ആ അർത്ഥത്തിൽ ആൺകുട്ടി തന്നെയാണ് ഇറാൻ. അല്ലാതെ ഇറാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഭീകര പ്രവർത്തനം ലോകത്തിന് നടത്തിയിട്ടുള്ളത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും രാജ്യത്തെ ഇന്ന് വരെ ഇറാൻ കയറി ആക്രമിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്. ഇന്ത്യക്കും അതേ സംസ്കാരമാണ്. ഇന്ത്യ ഏതെങ്കിലും രാജ്യത്തെ അങ്ങോട്ട് കയറി അടിച്ച ചരിത്രം ഇതുവരെ ഉണ്ടോ? ഇതുവരെ ഇല്ല. അതേസമയം പാകിസ്ഥാൻ ഉണ്ട്. പാകിസ്ഥാൻ ഇന്ത്യ കയറി ചൊറിഞ്ഞിട്ടുണ്ട്, ഇന്ത്യ അടിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിലപ്പുറം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഇറാൻ എന്ന രാജ്യം ഒരു ഭീകര രാജ്യമല്ല. ആ രാജ്യത്തിന് ഭീകരവാദി പട്ടം കൊടുത്തിട്ടുള്ളത് ഇവിടെ കുറെ ഭീകരവാദികളും തീവ്രവാദികളുമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവർ. അല്ലാത്തവരത് കാണിക്കാറില്ല. പിന്നെ അമേരിക്ക പോലെ ഇസ്രായേലിനെ പോലെയുള്ള കുറെ എണ്ണം ഉണ്ട്. അവർ പറയുന്നതനുസരിച്ച് റാൻ മൂളിൽ നിൽക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുണ്ട്. കാര്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഈ പറയുന്ന അമേരിക്കയുടെ താവളങ്ങളാണ് നിറയെ ഉള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമേരിക്ക കുനിയിടാന്ന് പറയുന്നത് കുനിയണം, നിവരടാന്ന് പറയുന്നത് നിവരണം, ട്രൗസൂറിടാന്ന് പറഞ്ഞ ഊരണം. അത് ഒരു ഗതികേടായിരുന്നു. ആ ഗതികേടിന് ഇറാൻ നിന്നില്ല. അങ്ങനെ ഇറാൻ നിൽക്കാത്തത് കൊണ്ട് ഇറാൻ ലോകത്തിന്റെ മുന്നിൽ ഒരു മോശമായി, ഭീകരവാദിയായി, എല്ലാമായി. ഇനി അങ്ങനെ കുനിഞ്ഞു നിന്നു കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അവൻ നല്ല പിള്ളയുമായി. ആ നല്ല പിള്ള ഇറാൻ ആകുന്നില്ല തൽക്കാലം തീരുമാനിച്ചു. ഇപ്പൊ നോക്കൂ, സാധാരണ ഏതെങ്കിലും ഒരു രാജ്യം ചെയ്യുന്നത് പോലെയുള്ള എന്തെങ്കിലും ഒരു സൈനിക നടപടി ഇറാൻ ചെയ്യുന്നുണ്ടോ? ഇറാന്റെ ഭരണകൂടത്തെ ഒന്നാകെ, അവരുടെ പരമോന്നത നേതാവിനെയും ആ രാജ്യത്തിന്റെ ഭരണാധികാരിയുമാണ് വധിച്ചു കളഞ്ഞത്. ഇന്ത്യയുടെ ഒരു ഭരണാധികാരിയെ വധിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു രാജ്യത്തിന്റെ ആൾക്കാർ ബോംബിട്ട് വധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അപ്പോഴും ഇതേപോലെ തന്നെ ഇവിടെയുള്ള മഹാന്മാര് വർത്താനം പറയുന്നത് എനിക്കറിയാൻ വയ്യ. പക്ഷെ ഇറാൻ ഒന്നുണ്ട്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ മേലെ കയറി അടിച്ചാൽ മാത്രമേ ചെയ്യൂ. അവർ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. അത്രേ ഉള്ളൂ. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല അമേരിക്കയിൽ പോയി അവിടെ ഡൊണാൾഡ് ട്രംപിനെ ഞങ്ങൾ കയറി വകവരുത്തും, കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം നെതന്യാഹുവിനെ തീർക്കുന്നവർ പറഞ്ഞിട്ടുമുണ്ട്. അത് അവരെന്നായാലും അത് തീർക്കുകയും ചെയ്യും. അത് നെതന്യാഹുവിന്റെ മരണം ഇറാന്റെ കൈകൊണ്ട് തന്നെയാണെന്ന് എഴുതി വെച്ചു. അതാണ് നടക്കാൻ പോകുന്നത്. കാര്യം അവരുടെ പരമാധികാരിയെ കൊന്നു. ഇനി അതുപോലെ ഇറാന്റെ മണ്ണിൽ ട്രംപ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ അവർ തീർക്കും. അല്ലാതെ അമേരിക്കയിൽ ചെന്ന്, അമേരിക്കയുടെ വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ട്, അവിടുത്തെ ഹിൽട്ടൺ ഹോട്ടലിൽ ചെന്നിട്ട് അങ്ങോട്ട് കൊല്ലാൻ വേണ്ടി ആൾക്കാരെ വാടക കൊണ്ട് ഏർപ്പെടുത്തുന്ന പരിപാടിയൊന്നും ഇല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം വാടക കൊണ്ട പരിപാടിയില്ല, നേർക്കുള്ള പരിപാടിയാണ്. അതുകൂടി ഈ ഇറാന്റെ മണ്ടയിൽ ആ വീരപരിവേഷമായാലും എന്ത് പരിവേഷമായാലും എടുത്തു വെച്ചു കൊടുക്കാൻ നിൽക്കണ്ട. അത് നാടകമാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലുമൊക്കെ നാടകങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോ ഒരുപക്ഷെ അമേരിക്കയിൽ പലയിടങ്ങളിലും ബോംബ് സ്ഫോടനം പോലും നടന്നേക്കാം. അതിന്റെ പിന്നിൽ ഇറാനാണ് എന്ന് വരുത്തിയേക്കാം. ഇപ്പൊ വെടിപൊട്ടിച്ച ആളെ
പോലീസ് വെടിവെച്ച് കൊന്നു എന്നാണ് ആദ്യം വാർത്ത വന്നത്. ഇപ്പൊ പറയുന്നുണ്ട് പോൾ തോമസ് എന്ന് പറയുന്ന 31 വയസ്സുള്ള ഒരു ചങ്ങാതിയാണ് ഈ പരിപാടിക്ക് നിന്നത്. അയാളെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിലും പുറത്തൊന്നും വരാൻ പോകുന്നില്ല, വിവരങ്ങളൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. സത്യത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ ആ കർമ്മം കൊണ്ട് ആർക്കാണ് നേട്ടം എന്ന് നോക്കിയാൽ ആർക്ക് വേണ്ടിയാണ് അത് ചെയ്തതെന്നറിയാം. ഇവിടെ ട്രംപിനെ ആക്രമിക്കുന്ന ഈ ഒരു കേസ് കൊണ്ട് ട്രംപിന് കോട്ടമല്ല, നേട്ടമാണുള്ളത്. ട്രംപിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ആ സുരക്ഷാ സംവിധാനത്തിൽ പാളിച്ചയുള്ള കുറച്ചു പേരുടെ തല ഉരുളും. ഇതൊന്നും അറിയാത്ത ചില സാധുക്കളുടെ തല ഉരുളും. പക്ഷെ ട്രംപിന്റെ ജീവൻ, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ജീവൻ സുരക്ഷിതമല്ല എന്ന് വരുത്തി തീർക്കും. മിക്കവാറും അടുത്ത 2 ദിവസത്തിനുള്ളിൽ, ഇന്നിപ്പോ 26, 28 തീയതിക്കുള്ളിൽ അമേരിക്കയില് വാഷിംഗ്ടണില്, ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ വൈറ്റ് ഹൗസിന്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലാസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട്. ആരൊക്കെയാണ് അതിൽപ്പെട്ട് ജീവൻ പൊലിയാൻ കാത്തിക്കുന്നതെന്ന് അറിയാൻ വയ്യ. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അപകടകാരിയാണ്. ഇറാൻ അമേരിക്കയുടെ മെയിൻലാൻഡിൽ കടന്നു കയറി ആക്രമിക്കുന്നു. അതുകൊണ്ട് ഇറാനുമായുള്ള യുദ്ധം തുടരേണ്ടതുണ്ട്, അതിന് പാർലമെന്റ് അനുമതി തരണം എന്ന് വാദിച്ച് ജയിച്ചേ പറ്റൂ. അല്ലാതെ ട്രംപിന് നിലനിൽപ്പില്ല. അല്ലെങ്കിൽ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി പോവും, ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതാണ് നിലവിലുള്ള അവസ്ഥ. കാരണം നിലവിലുള്ള ആയുധ ശേഖരത്തിന്റെ, പ്രതിരോധ സംവിധാനത്തിലുള്ള ആയുധ ശേഖരത്തിന്റെ പകുതിയോളം തന്നെ തീർന്നു കഴിഞ്ഞു ഈ ട്രംപിന്റെ പിടിപ്പുകേട് കൊണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നോട്ടം കൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് വാൽമേ തീപിടിച്ച പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിന് നിലനിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം പോലെ ഉണ്ടാക്കിയത്. അല്ലാതെ ഇറാനൊന്നും അവിടെ പോയി കണ്ട്, അമേരിക്ക പോയി കണ്ട് പിന്നെ ഒരു വാടക ഗുണ്ട ഉപയോഗിച്ചിട്ട് ട്രംപിനെ കൊല്ലാൻ ശ്രമിക്കാന്ന് പറഞ്ഞാൽ നേരെ ചെന്ന് ട്രംപിനെയല്ലേ വെടിവെക്കുള്ളൂ. ട്രംപ് വെള്ളത്തെ നിലയിൽ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരുമായിട്ട് ലാവിഷായിട്ട് നിൽക്കുന്ന സമയത്ത് താഴെ സെക്യൂരിറ്റിക്കാരന്മാർ ചെന്ന് കുസ്തി പിടിച്ച് അവിടെ പൊട്ടിക്കാൻ നിൽക്കും. നേരെ കയറി ചെന്ന് ട്രംപിന്റെ മുന്നിൽ നിന്ന് നേരെ ചുവൻ 5-ാം മോടിക്ക് 2 പൊട്ടിക്കലായിരിക്കും പൊട്ടിക്കുക. ഇറാനാണെങ്കിൽ അതാ ചെയ്യുക. അതങ്ങനെ ചെയ്യാതെ താഴെ നിന്ന് പൊട്ടിച്ചൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി പിന്നെ ട്രംപ് അങ്ങോട്ട് പിടിച്ചോണ്ട് ഓടുന്നു. എന്നിട്ട് അവസാനം പറയുന്നത് ഞങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് ഓടാൻ പറഞ്ഞുകൊണ്ട് ഓടിയതാണ്. ഏതായാലും അങ്ങനെ ഓടുന്ന രംഗങ്ങളൊക്കെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ വന്നേക്കണ്. കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കൊടുക്കാൻ തൽക്കാലം നിർവാഹമില്ല, അതുകൊണ്ട് കൊടുക്കാത്തതാണ്. ഏതായാലും ഈ വെടിവയ്പിൽ ഇറാന്റെ പങ്കുണ്ട്, അല്ലെങ്കിൽ ഇറാന്റെ കഴിവാണ് എന്നൊക്കെ പൊക്കി കാണിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇറാന്റെ കഴിവല്ല, ഇറാൻ അതിൽ തലവെച്ചിട്ടുമില്ല. ഇറാൻ തലവെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ചെല്ലുക, 5-ാം മോടിക്ക് പൊട്ടിക്കാതായിരിക്കും ഉണ്ടാക്കുക. അല്ലാതെ താഴെ ചെന്നിട്ട് ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ഞങ്ങളിത് വെടിവെക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയൊന്നുമില്ല. അറിയാലോ ഇസ്രായേലിലേക്ക് വെടിപോയത് എങ്ങനെയാണോ എന്നുള്ളത്. ഇസ്രായേൽ വിട്ടതുപോലെയല്ല, എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ട്രംപും ഇസ്രായേലും. അതിന് തുടങ്ങാനായിട്ട് എന്തായാലും അവരായിട്ട് നിൽക്കൂല. പിന്നെ വെച്ച തല അത് എങ്ങനെ വരച്ചുകൊണ്ട് പോകാന്ന ട്രംപ് ഇപ്പൊ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായി ഒരു അല്പ സമയം വേണം. ആ സമയ കാലാവധിയാണ് 28-ാം തീയതി മറ്റന്നാൾ അവസാനിക്കുന്നത്. ഒരു 2 ദിവസം കൂടെ കിട്ടും. പക്ഷെ കുറച്ച് നീളം വാങ്ങിയെടുത്തതിന് ശേഷം യുദ്ധം നടന്നില്ല എന്നുണ്ടെങ്കിലും, ഒരു കരാറുണ്ടാക്കി പിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ട്രംപിന് നാണക്കേടാണ്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിന്റെ തത്രപ്പാടിലാണ്. അത്രേ ഉള്ളൂ. Different angles. Don't forget to subscribe and support this channel.